രണ്ടുപേരും പലകെ പോയി നിൽക്ക്. മറ്റുള്ള രണ്ടു കൂടെ മഞ്ഞു വീണതറിഞ്ഞില്ല. നിങ്ങളാരും ഇരിക്കില്ല, അവിടെ ഇരിക്കും. പോലീസ് മച്ചാൻ ഇവിടെ ഇരിക്കും. പോലീസ് ഭീകരജീവിയൊന്നുമല്ലല്ലോ, അത് കാക്കത്തുള്ളി എടുത്തൊരു മനുഷ്യൻ. ഇത് നീലത്തുള്ളി, അത് കാക്കത്തുള്ളി. മച്ചാനെ ഞാൻ ഡീൽ ചെയ്യും. അതാണ് കറക്റ്റ്. മച്ചാനെ, ഹലോ മച്ചാനെ, നൈസ് ടു മീറ്റ് യു. ഇരുന്നാ രണ്ടെണ്ണം അടിക്കാം. വീട്ടിൽ കയറ്റാ തോന്നിയാസം എല്ലാരും വിളിച്ച് വണ്ടി കയറ്റണം. ഞാന് എത്തിക്കോളാം. സാറേ ഒരാൾ ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. തുറക്കണില്ല, വാതിൽ തുറക്കണില്ല സാർ. അതാരറിയണ്ട ചവിട്ടി പൊളിക്ക്. ആരാണ് അതിനകത്ത്? വാതിൽ തുറന്നേ. വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വാതിൽ തുറക്കണേ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ മുന്നാണ് വെടികൊണ്ട മന്മഥൻ ഫാൻസ് അസോസിയേഷനിലെ ഒരു ലോക്കൽ സെക്രട്ടറി ആണ്. ഗൈസ്, നമ്മളിപ്പോ വളരെ ഡാർക്ക് സീനിലൂടെയാണ് ഗൈസ് കടന്നു പോകുന്നത്. നമ്മളെ മന്മഥൻ മച്ചാനും പ്യാരി മച്ചാനും ഉണ്ണി മച്ചാനും പോലീസ് പൊക്കി. ഗൈസ്, ഈ നാട്ടിൽ എന്നാ നീതി നിയമൊന്നും ഇല്ലേ? ഈ നാടെന്നാ ഗൈസ് ഇങ്ങനെ? നാടയാളി പോലീസ് സ്റ്റേഷനിലെ സുഗതനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ SI ആയാലും ശരി, DGP ആയാലും ശരി, നിങ്ങളെ പൊരേ കയറി പിള്ളേർ പണിഞ്ഞിരിക്കും. നിങ്ങൾ കുറിച്ച് വെച്ചോ ഗൈസ്. നമുക്ക് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കണം ഗൈസ്. കത്തിക്കുന്നവരെ കത്തിക്കും. പവർ കളയില്ലടോ ചങ്ങായി. നമസ്കാരം, ഫിഷ് TV തണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഗുണ്ട വിളയാട്ടമോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഗുണ്ടകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 1000-ഓളം ഗുണ്ടകളും 80ഓളം ഗുണ്ട ഗ്യാങ്ങുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട DYSP രാഘവൻ സാർ, ഒരു കാലത്ത് ഈ നാടിനെ വിറപ്പിച്ചിരുന്ന ഗുണ്ട നേതാവ് വടിവാൾ ശീതളൻ. അദ്ദേഹം ഇപ്പോൾ മാനസാന്തരം വന്ന് സമാധാന ജീവിതം നയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ കേരള ഗുണ്ട തലവന്മാരുടെ പ്രസിഡന്റും ഏറ്റവും കൂടുതൽ കൊട്ടേഷനുകൾ എടുത്തു എന്നുള്ള റെക്കോർഡിന് ഉടമസ്ഥനുമായ ശ്രീ ചേരമൊയ്തു. അതെ, ആ പറഞ്ഞതിൽ തെറ്റുണ്ടേ. നമ്മള് പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് കടുവ സഭാഷനാണ്, നമ്മൾ സെക്രട്ടറി ചേരമൊയ്തു, അങ്ങനെ പറഞ്ഞാൽ. സർ സെക്രട്ടറി ശ്രീ ചേരമൊയ്തു. അതെ, ഇതൊന്നും മാറ്റി കിട്ടും. ഈ കസാല നിങ്ങൾ തിരിഞ്ഞു കളിക്കണ്ട്. ഇതൊന്നും മാറ്റി ഒരു പ്ലാസ്റ്റിക്കിന്റെ കസാല ഇട്ടോ. സർ ഇത് ലൈവാണ് സർ. ആരാണ്? ലൈവാണ് സർ. സർ അനങ്ങാതിരുന്നാ മതി സർ. തുടങ്ങിക്കോളി. കേരളത്തിലെ ഗുണ്ടകളെ അടിച്ചമർത്താനുള്ള പോലീസിന്റെ നടപടിയിൽ നിങ്ങൾ അസ്വസ്ഥരാണെന്നറിയാം. ഈ ഒരു രീതി മാറും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീ മൊയ്തു സാർ? കേൾക്കുന്നുണ്ടോ? അല്ല, ഞമ്മക്ക് ഇതിൻ്റെ അകത്തൊരു പിണ്ണാക്കും പറയാനില്ല. ഞമ്മക്ക് പറയാനുള്ളത്, മാന്യം മര്യാദയായിട്ട് ഈ പണി ചെയ്യാൻ നമ്മളെ സമ്മതിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു മേഖലയാണ് ഈ ഗുണ്ടാപ്പണി എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, പോലീസുകാർ നമ്മളെ ബക്കറ്റ് വല്ലാണ്ട് കയറുന്നുണ്ട്. അത് വേണ്ട. ആകെ നമ്മളെ പണീനെ വല്ലാണ്ട് ബാധിക്കും. അത്രയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഗുണ്ടൽ എന്ന് പറഞ്ഞത് സമൂഹത്തിന് വേണ്ടപ്പെട്ടൊരു മുതലാ. ഇപ്പൊ നിങ്ങൾ സിനിമ നോക്കി, സിനിമയിൽ ഗുണ്ടകളാണ് ഇപ്പൊ ഹീറോ. എട്ടാലത്തോളം സിനിമ കണ്ടില്ല നിങ്ങൾ? ഇപ്പോ ഞാൻ പറയട്ടെ, രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടകൾ വേണം, വേണോ? റിയൽ എസ്റ്റേറ്റുകാർ വേണം, നമ്മളെ ഓർക്കും വേണം, സിനിമാക്കാർക്ക് വേണോ, എന്തിന് പോലീസുകാർക്ക് വരെ ഗുണ്ടകളെ വേണമെന്ന് നമ്മളില്ലാണ്ട് ഓർക്കും പറ്റൂല. അപ്പൊ ഞാൻ പറയണത്, ഈ ഗുണ്ടകള് സമൂഹത്തിന് വേണ്ടപ്പെട്ടതാണെന്നുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തണം. അതാ വേണ്ടി പറ്റുമോ?
ശ്രീ രാഘവൻ സാർ, ഇതോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കണ്ടുവന്നിരുന്ന സിനിമകൾ എന്ന് പറയുന്നത് നായകൻ നന്മയുടെ പ്രതീകവും വില്ലൻ തിന്മയുടെ പ്രതീകവുമായിരിക്കും. എന്നാൽ ഇപ്പോൾ വരുന്ന സിനിമകൾ അങ്ങനെയല്ല, നായകൻ തന്നെ വില്ലനായിട്ട് വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറക്ക് ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. പുതിയ തലമുറ ഇത് അനുകരിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഗൂണ്ടായിസം ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കും. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും ഈ ഗൂണ്ടകൾക്ക് വളം വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഒരു വസ്തുത. അതൊരു ഒലക്കമല വർത്താനങ്ങൾ പറയുന്നത്. നായകന്മാരായത് ഗുണ്ടർക്ക് സിനിമയിൽ അഭിനയിക്കണോ? ഗുണ്ടകളുണ്ടെങ്കിൽ നിങ്ങൾ പോലീസുകാരുള്ളൂ, നിങ്ങൾക്ക് പണിയുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. ഈ ഗുണ്ടകളില്ലാത്ത ഒരു ലോകത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആർക്കാ നിങ്ങൾക്ക് തൊഴിലുണ്ടാവും ഇവിടെ, ജയിലുണ്ടാവും ഇവിടെ. ഗുണ്ടകളുമാണെന്ന് ഒരു പൂന്തോട്ടത്തിലെ റോസാപ്പൂക്കളും സീനിയാപ്പൂക്കളും മാത്രം പോരാ, മുരുക്ക് പൂവും വേണം അവിടെ. അപ്പഴാ പൂന്തോട്ടാവുള്ളൂ. ആരോടെ കളി? ശ്രീരാഘവൻ സാർ, ഒരു ഗുണ്ട വന്നിരുന്ന പരസ്യമായി ഒരു പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെയിറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലെ പല പോലീസുകാരും ഗുണ്ടകളെ തോട് കയറ്റി നടക്കുന്ന ആൾക്കാരാ. അറിയാം നിങ്ങൾക്ക്? നമ്മളെ കയ്യിൽ നിന്ന് ഓസിക്ക് ഭക്ഷണം കഴിച്ച് കള്ളും കുടിച്ച് നടക്കുന്ന ആൾക്കാരാ. അത് നമുക്കറിയാം. ഒരു നിമിഷം, ഇതിൽ ശീതളൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അയാൾ പറയട്ടെ. ഇപ്പൊ എനിക്ക് ഞാൻ ഉണ്ടായി തീർന്നതിന്റെ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ വ്യവസ്ഥിതിയാണ് അതിന് കാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം പറ്റിച്ചു പോകാനാ അവനോട് കാശ് ചോദിക്കാൻ ചെന്നപ്പോ അവൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാവുന്ന വഴി എന്താണെന്ന് എന്നാണ് പറഞ്ഞത് എന്റെ അച്ഛനോട്. ഇത് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അടിക്കാനും ഇടിക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. ന്യായമായിട്ട് അവനോട് സംസാരിച്ച് നോക്കാം. എന്നിട്ട് അവൻ ഒത്തുതീർപ്പിന് വരികയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ കാശ് നിങ്ങളല്ലേ നോക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അവിടെ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്, കേസ് കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം, അതിനുള്ള നടപടി എന്താണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. കേസിന്റെ കാര്യത്തിന് ചെന്നപ്പോ പറഞ്ഞെന്താണെന്നറിയോ, ഇത് അവൻ കാശ് 20 ലക്ഷം ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ അവനൊരു 3 വർഷം കാലം ചിലപ്പോൾ ജയിലിലെങ്ങാനും ഇടും. അതോടുകൂടെ പരിപാടി അങ്ങോട്ട് തീരും, നിങ്ങളുടെ കാശൊക്കെ അവിടെ തീരും. പിന്നെ ആ ജയിലിൽ കിടക്കണ കാലയളവിൽ നിങ്ങളുടെ അച്ഛൻ തന്നെ ആ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ കിടക്കണ ഗുണ്ടക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ പോലുള്ള ഒരാള് 24 വയസ്സാണ് എനിക്ക്. ഞാൻ അവന്റെ 2 കാലം അങ്ങോട്ട് വെട്ടി തൂക്കി കളയാണ് ചെയ്തത്. എങ്ങനെയാണ് ഞാൻ ഒരു ഗുണ്ടാവാതിരിക്കണത്? ഈ ഒരു സാഹചര്യമാണ് ഇവിടെ മാറേണ്ടതെന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥത്തിലുള്ള ഗുണ്ടകൾ എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള വടിവാളെടുത്ത് വീശി വെട്ടുന്ന ആളുകളല്ല, അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നവരാണ്. അതെപ്പോഴും മനസ്സിലാക്കണം, ആ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇവിടെ വൈറ്റ് കോളർ ഇട്ട് നടക്കുന്ന പല ആളുകളും വമ്പൻ ഗുണ്ടകളാണ്. അത് എല്ലാ മേഖലയിലും ഉണ്ട്, ബിസിനസ് മേഖലയിലുണ്ട്, രാഷ്ട്രീയ മേഖലയിലും, എല്ലാ മേഖലയിലും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണത്. ഗുണ്ട എന്ന് പറയുമ്പോ ഇതിന്റെ ഈ ഗുണ്ടായസിൽ നടക്കുന്ന ആളുകൾ മാത്രമാണ് ഗുണ്ടകളെന്ന് വിചാരിക്കുന്നില്ല. നാട് മുഴുവൻ ഗുണ്ടകളാണ്. ഇവിടുത്തെ ബിസിനസ് നിലനിൽക്കാൻ ഇത്തരത്തെ ആളുകളെ ആവശ്യമാണ് ഇവിടെ. പിന്നെ എങ്ങനെയാണ് ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ ഇത്തരം സാഹചര്യം ജീവിതാനുഭവമുള്ള ഒരുത്തൻ എന്തുകൊണ്ട് ഇതിലെ ഇറങ്ങാതിരിക്കില്ല? എനിക്ക് പറയാനുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു അനുഭവം, ഞാനിന്ന് തിരിച്ചു വരാനുള്ള ഒരു കാര്യം, എൻ്റെ മകൾക്ക് അഡ്മിഷന് വേണ്ടി പോയ സമയത്ത് അവിടെ എന്നോട് കരഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനിത് ആർക്ക് വേണ്ടിയാണ് ചെയ്യണത്? അവരുടെ മക്കളൊക്കെ ഇവിടെ അന്തസ്സായിട്ട് പഠിക്കാനുണ്ട്. അച്ഛൻ്റെ മകളെ ഇവിടെ ചേർക്കൂല, അവർ ഗുണ്ടയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഒഴിവാക്കിയിട്ട് പറയും. ഈ ഒറ്റ കാര്യമാണ് എന്നെ മനസ്സിനെ മാറ്റിമറിച്ചത്. ഞാൻ ഈ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ മാറി സഞ്ചരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഒരുപാട് വായിച്ച്, ഒരുപാട് ചർച്ചകൾക്ക് പങ്കെടുത്ത്, ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കാൻ ഇപ്പൊ ഞാൻ ഏതാണ്ട് ഒരു നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി വരുന്ന എന്നെപ്പോലുള്ള ഗുണ്ടകളെ പോലും ഇവിടെ ഇപ്പോഴും ഗുണ്ടാന്ന് മാത്രം തന്നെയാണ് വിളിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് മാത്രം പറയാനുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരാൾ ഗുണ്ടയാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമൂഹം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഗുണ്ടകളായിട്ട് മാറണ്ടേ? എല്ലാവരും ഗുണ്ടകളാണ്. അത് എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഗുണ്ടകളാണ്. ഇപ്പൊ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ല, നിങ്ങൾ ഇതൊരു മാധ്യമമാണല്ലോ ഈ ചാനൽ. ഇവിടെ ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകളെ എന്തിനോണ്ട് നിർത്തിയേക്കാണ്? ഈ ഗുണ്ടായുസം ചെയ്ത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളുകളെ എന്തിനോണ്ട് നിർത്തിയേക്കാണ്? നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടണം. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഇന്ന് ഒരു ഗുണ്ടായുസം അല്ലേ? ഇവിടെ ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളുകളെ ഇപ്പോ ഒരു പൗരൻ എന്താണ് വിചാരിക്കേണ്ടത്?
ഇപ്പൊ ഈ ഗുണ്ടകളെ ഇരുത്തിയുള്ള ചർച്ച കേൾക്കുമ്പോൾ അവൻ വിചാരിക്കണം ഒരു ഗുണ്ടാണെങ്കിൽ ആരാണ് കാശ് ഉണ്ടാക്കുക, എവിടെയും നല്ല സുന്ദരമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇതേപോലുള്ള ചാനലുകൾ നമ്മളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. എവിടെയും നമുക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് വിചാരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ ആക്കി തീർക്കാണ്. നിങ്ങളടക്കം ഗുണ്ടായിസോണ്. നമുക്ക് തിരിച്ചു വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ച തുടരാം. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.